എല്ലാവർക്കും നമസ്കാരം. ഞാൻ അശ്വിൻ. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ലോകരാജ്യങ്ങൾ മൊത്തം ഉറ്റുനോക്കുന്ന ഒരു സുപ്രധാനമായിട്ടുള്ള വിഷയത്തെക്കുറിച്ചാണ്. ഇന്നലത്തെ രാത്രി വളരെ സാധാരണ ഒരു രാത്രി പോലെ തോന്നിയെങ്കിലും ലോക ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കാൻ പോകുന്ന നിമിഷങ്ങൾക്കാണ് പശ്ചിമേഷ്യ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടായിരുന്നത്. മാസങ്ങളായിട്ട് പുകഞ്ഞുകൊണ്ടിരിക്കുന്ന ഇറാൻ ഇസ്രായേൽ സംഘർഷം ഒരു പുതിയ കൂടുതൽ അപകടകരമായിട്ടുള്ള ഒരു ഘട്ടത്തിലേക്ക് നീങ്ങിയത് അമേരിക്കൻ സൈന്യം അപ്രതീക്ഷിതമായിട്ട് യുദ്ധത്തിലേക്ക് നേരിട്ട് വന്നതോടെയാണ്. പുലർച്ചെയോടെ ഇറാന്റെ അതീവ സുരക്ഷാ വലയത്തിലുള്ള ആണവ കേന്ദ്രങ്ങളായിട്ടുള്ള ഖോമിനടുത്തുള്ള ഫോർഡോ, മധ്യ ഇറാനിലെ നദാൻസ്, പിന്നെ ഇസ്ഫഹാൻ പ്രവിശ്യയിലെ ഒരു പ്രധാന ആണവ നിലയം എന്നിവ അതിശക്തമായിട്ടുള്ള ഒരു ആക്രമണത്തിന് ഇരയാകുകയാണ്. ഈ ആക്രമണം നടത്തിയത് ഇസ്രായേൽ ആയിരുന്നില്ല കേട്ടോ, മറിച്ച് ലോകത്തിലെ ഏറ്റവും വലിയ സൈന്യ ശക്തിയായിട്ടുള്ള അമേരിക്കയായിരുന്നു. റഡാറുകളുടെ കണ്ണ് വെട്ടിച്ച് ഒരു കൂട്ടം അമേരിക്കൻ B-2 സ്പിരിറ്റ് സ്റ്റെൽത്ത് ബോംബറുകൾ ഇറാനിയൻ വ്യോമാതിർത്തിയിലേക്ക് കടന്നു കയറി. നിമിഷങ്ങൾക്കകം തന്നെ അതികൃത്യതയുള്ള ബോംബുകൾ അവയുടെ ലക്ഷ്യസ്ഥാനങ്ങളിൽ പതിക്കാൻ തുടങ്ങിയാണ്. അതേസമയം തന്നെ ഏകദേശം 1500 കിലോമീറ്റർ അകലെ പേർഷ്യൻ ഉൾക്കടലിന്റെ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് മറ്റൊരാക്രമണം കൂടി അവിടെ നടക്കുന്നുണ്ടായിരുന്നു. കടലിന്റെ അടിത്തട്ടിൽ നിലയുറപ്പിച്ചിട്ടുള്ള US നേവി അന്തർവാഹിനികളിൽ നിന്ന് ടോമഹോക്ക് ക്രൂയിസ് മിസൈലുകൾ തീതുപ്പിക്കൊണ്ട് ഇറാനിലേക്ക് കുതിക്കുകയാണ്. ചരിത്രത്തിലെ ഏറ്റവും നിർണായകവും അപകടകരവുമായിട്ടുള്ള ഒരു യുദ്ധമുഖത്തിനാണ് ഇതോടെ കളമൊരുങ്ങിയത്. മാസങ്ങളായിട്ട് ഈ മേഖലയിലെ സാഹചര്യം വളരെ മോശമായി കൊണ്ടിരിക്കുകയായിരുന്നു. ഇറാനും ഇസ്രായേലും ഇതിനോടകം തന്നെ നേരിട്ടും അല്ലാതെയും പ്രോക്സി സൈന്യങ്ങൾ, അതായത് നിഴൽ സൈന്യങ്ങളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഏറ്റുമുട്ടലും മാരകമായിട്ടുള്ള പോരാട്ടമൊക്കെ നടത്തിയായിരുന്നു അല്ലേ. എന്നാൽ ഇപ്പോൾ അമേരിക്ക നേരിട്ട് ഇടപെട്ടിരിക്കുകയാണ്. അവർ തങ്ങളുടെ സൈനിക ശക്തി ഇറാന്റെ മണ്ണിലേക്ക് അഴിച്ചുവിടുകയാണ്. ബോംബുകൾ ലക്ഷ്യസ്ഥാനങ്ങളിൽ പതിച്ചപ്പോഴും മധ്യ ഇറാനിലെ രാത്രി ആകാശം വലിയ തീഗോളങ്ങൾ പോലെ കത്തുകയാണ്. നദാൻസിനടുത്തുള്ള താമസക്കാർ വലിയ സ്ഫോടനങ്ങളിൽ ഭൂമി കുലുക്കം പോലെ അതുപോലെ അനുഭവിച്ചതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ടെഹ്റാനിലെ ഭരണാധികാരികൾ ഈ ആക്രമണത്തിന്റെ തീവ്രതയിൽ ശരിക്കും ഞെട്ടിപ്പോയി. കാരണം ഇത് ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള അമേരിക്കയുടെ ആദ്യത്തെ നേരിട്ടുള്ള ആക്രമണമായിരുന്നു. ഇസ്രായേലിന്റെ നേതാക്കൾ വർഷങ്ങളായിട്ട് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നതും ഇറാനിയൻ നേതാക്കൾ ഏറ്റവും കൂടുതൽ ഭയപ്പെട്ടിരുന്നതുമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരൊറ്റ രാത്രി കൊണ്ട് സംഭവിച്ചത്. ഇറാനിലെ ഫോർഡോ, നതാൻസ്, ഇസ്ഫഹാൻ എന്നീ 3 കേന്ദ്രങ്ങൾക്കും വലിയ തന്ത്രപരമായിട്ടുള്ള പ്രാധാന്യമുണ്ട് കേട്ടോ. ഫോർഡോ എന്നുള്ളത് ഒരു വലിയ പർവ്വതം തുരന്ന് 90 മീറ്റർ ആഴത്തിൽ അതിനുള്ളിൽ നിർമ്മിച്ച അതീവ സുരക്ഷയുള്ള ഒരു യുറേനിയം സമ്പുഷ്ടീകരണ കേന്ദ്രമാണ്. ഇസ്രായേലിന്റെ കയ്യിലുള്ള ബോംബുകൾക്ക് പോലും തകർക്കാൻ കഴിയുമോ എന്ന് സംശയമുള്ള ഒരു കോട്ടയാണിത്. കാരണം അത് താഴത്തോട്ട് ഇറങ്ങി വേണം പൊട്ടിക്കാനല്ലേ. അപ്പോൾ ഇസ്രായേലിന്റെ കയ്യിൽ നിലവിൽ അതിനുള്ള സാധനങ്ങളൊന്നും ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി നദാൻസ് ആകട്ടെ ഇറാന്റെ ആണവ പദ്ധതിയുടെ ഹൃദയമാണ്. ആയിരക്കണക്കിന് സെൻട്രിഫ്യൂജുകൾ ഉപയോഗിച്ച് ആണവ ഇന്ധനം നിർമ്മിക്കുന്ന ഒരു ഭീമാകാരമായിട്ടുള്ള കേന്ദ്രമാണ് നദാൻസ് എന്നുള്ളത്. ഇനി ഇസ്ഫഹാനിലാകട്ടെ അവരുടെ ആണവ ഗവേഷണ കേന്ദ്രവും യുറേനിയം മാറ്റിയെടുക്കുന്ന സംവിധാനങ്ങളുമുണ്ട്. ഈ 3 കേന്ദ്രങ്ങളെയും ഒരേ സമയം ഒരുമിച്ച് ആക്രമിച്ച് തകർത്തത് ഒരൊറ്റ രാത്രി കൊണ്ട് ഇറാന്റെ ആണവ സ്വപ്നങ്ങളെ തകർത്ത് കളയാനുള്ള അമേരിക്കയുടെ കുറച്ച് കുടിലമായിട്ടുള്ള ഒരു പദ്ധതിയായിരുന്നു. നേരം പുലർന്നപ്പോൾ നദാൻസിന്റെ ഫോർഡോയുടെയും ദിശയിൽ നിന്ന് വലിയ പുകയും പൊട്ടിപ്പടലങ്ങളും ഒക്കെ ഉയരുന്നത് കാണാമായിരുന്നു. തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ചില മിസൈലുകൾ വെടിവെച്ചിട്ടുവെന്ന് ഇറാനിയൻ സർക്കാർ മാധ്യമങ്ങൾ അവകാശപ്പെട്ടെങ്കിലും അവിടെ ഉണ്ടായ നാശനഷ്ടങ്ങളുടെ ദൃശ്യങ്ങൾ മറ്റൊരു കഥയാണ് പറഞ്ഞത്. മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അമേരിക്ക ഇറാന്റെ ആണവ പദ്ധതിക്ക് ഒരു കനത്ത പ്രഹരം നൽകി. ആ വാർത്ത ലോകമെമ്പാടും വലിയൊരു ഞെട്ടലും ഉണ്ടാക്കി. അപ്പോൾ ഇത്രയും സങ്കീർണമായിട്ടുള്ള ഒരു ഓപ്പറേഷൻ എങ്ങനെയാണ് അമേരിക്ക നടപ്പിലാക്കിയത്? ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് നേരെയുള്ള ഈ ആക്രമണം ആധുനിക സൈനിക തന്ത്രങ്ങളുടെയും സാങ്കേതിക വിദ്യകളുടെയും ഒരു മാസ്റ്റർ ക്ലാസ് തന്നെയായിരുന്നു. ഈ ഓപ്പറേഷന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് അമേരിക്കയുടെ B-2 സ്പിരിറ്റ് ബോംബറുകളായിരുന്നു. ഇതെന്ന് പറയുന്നത് നിസാരമല്ല. റഡാറുകളുടെ കണ്ണ് വെട്ടിച്ച് ലോകത്തെ ഏറ്റവും മികച്ച പ്രതിരോധ സംവിധാനങ്ങളുള്ള വ്യോമാതിർത്തിയിലേക്ക് പോലും നുഴഞ്ഞു കയറാൻ വേണ്ടി നിർമ്മിച്ചവയാണ് ഈ സ്റ്റെൽത്ത് വിമാനങ്ങൾ എന്നുള്ളത്. ഈ ദൗത്യത്തിനായി ഓരോ B-2 വിമാനത്തിനും വളരെ സവിശേഷമായിട്ടുള്ള ഒരു ആയുധമാണ് ഉണ്ടായിരുന്നത്. ബങ്കർ ബസ്റ്റർ ബോംബുകൾ എന്ന് പറയും. പാറയും കോൺക്രീറ്റും തുളച്ചു കയറി ഭൂമിക്കടിയിലുള്ള ബങ്കറുകളെ തകർക്കാൻ വേണ്ടി നിർമ്മിച്ച ഭീമാകാരമായിട്ടുള്ള ബോംബുകളാണിവ. ഫോർഡോ പോലുള്ള കേന്ദ്രങ്ങളെ തകർക്കാൻ വേണ്ടി മാത്രം അമേരിക്ക വികസിപ്പിച്ചെടുത്ത 30,000 പൗണ്ട് ഭാരമുള്ള GBU-57 എന്ന ഭീമൻ ബോംബ് ഇതിൽ പെടുന്നു. ഇത്രയും ഭാരമുള്ള ഒരു ബോംബ് വഹിക്കാൻ B-2 സ്റ്റെൽത്ത് ബോംബറിന് മാത്രമേ കഴിയത്തുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു ഫൈറ്റർ ജെറ്റിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇത് അമേരിക്കയ്ക്ക് മാത്രമുള്ള കഴിവാണ് കേട്ടോ. അമേരിക്കയുടെ കയ്യിൽ മാത്രമേ ഇത്രയും ആധുനികമായിട്ടുള്ള ഒരു യുദ്ധവിമാനമുള്ളൂ. ഒരു പർവ്വതത്തിനുള്ളിൽ, അതായത് 90 മീറ്ററുകളോളം പാറയ്ക്കും കോൺക്രീറ്റിനും അടിയിൽ സംരക്ഷിച്ചിരിക്കുന്ന ഫോർഡോ പോലെയുള്ള ഒരു ലക്ഷ്യസ്ഥാനം തകർക്കാൻ ഈ ബങ്കർ ബസ്റ്റർ ബോംബുകൾക്ക് മാത്രമേ കഴിയൂ. ഈ ബോംബുകൾ ലക്ഷ്യസ്ഥാനത്ത് പതിക്കുമ്പോൾ അത് ആദ്യം ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങും. അതിനുശേഷം, അതായത് ഒരു മലയാളെങ്കിൽ ഇവിടെ വന്ന് ഇടിച്ച് താഴത്തോട്ട് അങ്ങനെ ഇറങ്ങും. എന്നിട്ട് ആ താഴത്തിരുന്നായിരിക്കും ഇത് വലിയ ആഘാതത്തോടെ പൊട്ടിത്തെറിക്കാൻ പോകുന്നത്. ഇത് പൊട്ടിത്തെറിക്കുമ്പോൾ ചെറിയൊരു ഭൂകമ്പം പോലെ ഷോക്ക് വേവുകളെ ഉണ്ടാക്കി അത് വെച്ച് ഭൂമിക്കടിയിലുള്ള അറകളും തുരങ്കങ്ങളും തകർത്ത് തരിപ്പണമാക്കുകയും ചെയ്യും. അങ്ങനെയാണ് ഇറാന്റെ ആണവ യന്ത്രങ്ങളെ അല്ലെങ്കിൽ ആണവ കേന്ദ്രങ്ങളെ അമേരിക്ക നശിപ്പിച്ചു കളഞ്ഞത്. അതേസമയം തന്നെ B-2 വിമാനങ്ങൾ ഇറാനിയൻ വ്യോമ
വ്യോമാതിർത്തിയിൽ പ്രവേശിക്കുമ്പോൾ അറബിക്കടലിൽ നിലയുറപ്പിച്ചിട്ടുള്ള ഒരു അമേരിക്കൻ അന്തർവാഹിനിയിൽ നിന്ന് ടോമഹോക്ക് ക്രൂയിസ് മിസൈലുകളുടെ ഒരു വലിയ നിര തന്നെ ഇറാനിലേക്ക് കുതിക്കുന്നുണ്ടായിരുന്നു. ഈ ടോമഹോക്കുകൾ ലളിതമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പൈലറ്റ് ഇല്ലാതെ പറക്കുന്ന ബോംബുകളാണ്. റഡാറുകളുടെ കണ്ടുപിടിക്കാനായിട്ട് വളരെ താഴ്ന്നു പറന്ന് ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കുന്നവയാണിത്. ഇവയിൽ ചിലത് ഇറാന്റെ എയർ ഡിഫൻസ് സിസ്റ്റങ്ങളെയും കമാൻഡ് സെന്ററുകളെയും പോലും ആക്രമിക്കുകയാണ്. B-2 വിമാനങ്ങൾ പ്രധാന ലക്ഷ്യങ്ങളെ ആക്രമിക്കുമ്പോൾ ഇറാൻ പ്രതിരോധത്തെ അന്തവും ബദിരവുമാക്കുക എന്നതായിരുന്നു ഇതിന്റെ ലക്ഷ്യം. മറ്റു ചില മിസൈലുകൾ ഇസ്ഫഹാനിലെ കേന്ദ്രത്തെയോ നതാൻസിലെ മറ്റ് കെട്ടിടങ്ങളെയോ ഒക്കെ ലക്ഷ്യം വയ്ക്കുകയാണ്. അന്തർവാഹിനികളിൽ നിന്ന് മിസൈലുകൾ വിക്ഷേപിച്ചതിലൂടെ അമേരിക്കയ്ക്ക് ഒരു സർപ്രൈസ് എലമെന്റ് കിട്ടുകയാണ്. അടുത്തുള്ള വ്യോമതാവളങ്ങളെയോ മറ്റ് രാജ്യങ്ങളുടെ അനുമതിയോ ഇല്ലാതെ തന്നെ കടലിൽ നിന്ന് പൊങ്ങി വന്ന് ലക്ഷ്യത്തിലേക്ക് കുതിക്കാൻ ഈ മിസൈലുകൾക്ക് കഴിയുകയാണ്. ഈ ഓപ്പറേഷന്റെ സമയവും ഏകോപനവും വളരെ കൃത്യമായിരുന്നു. പുലർച്ചെ 2 മണിക്കും 3 മണിക്കും ഇടയിലായിരിക്കാം ആക്രമണം നടന്നതെന്നാണ് പല റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആ സമയത്ത് അവിടെയുള്ള ഉദ്യോഗസ്ഥരുടെ എണ്ണം കുറവായിരുന്നു. ഇരുട്ടിന്റെ മറവിൽ സ്റ്റെൽത്ത് വിമാനങ്ങൾക്ക് എളുപ്പത്തിൽ ലക്ഷ്യം കാണാൻ കഴിയുകയാണ്. ഇറാന്റെ കയ്യിലാണെങ്കിൽ റഷ്യൻ നിർമ്മിത S-300 പോലെയുള്ള മികച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുണ്ട്. എന്നാൽ ഈ യുദ്ധത്തിന് മുമ്പ് ഇസ്രായേൽ നടത്തിയ പല ആക്രമണങ്ങളും ഇറാന്റെ പ്രധാനപ്പെട്ട ചില S-300 ബാറ്ററികളും റഡാർ കേന്ദ്രങ്ങളും ഒക്കെ തകർക്കപ്പെട്ടിരുന്നു. ഈ നീക്കം B-2 വിമാനങ്ങൾക്ക് വഴിയൊരുക്കാൻ വേണ്ടിയായിരുന്നു എന്ന് വേണം കരുതാനായിട്ട്. അതായത് B-2 വിമാനങ്ങൾ എത്തുമ്പോഴേക്കും ഇറാന്റെ പല റഡാർ സ്റ്റേഷനുകളും നശിപ്പിക്കപ്പെടുകയോ അല്ലെങ്കിൽ സൈബർ ആക്രമണത്താൽ പ്രവർത്തനരഹിതമാക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാകാം. സ്റ്റെൽത്ത് വിമാനങ്ങളെ കണ്ടെത്താൻ വളരെ പ്രയാസമായതുകൊണ്ട് തന്നെ ബാക്കിയുള്ള ഇറാനിയൻ സൈനികർക്ക് എന്തെങ്കിലും ചെയ്യാനുള്ള സമയം കിട്ടുന്നതിന് മുമ്പ് തന്നെ ബോംബുകളെല്ലാം തന്നെ ലക്ഷ്യസ്ഥാനത്ത് പതിക്കുകയാണ്. ഇറാനിയൻ സൈന്യത്തിന് പ്രതിരോധിക്കാൻ അവസരം നൽകാതിരിക്കാനായിട്ട് എല്ലാ ലക്ഷ്യസ്ഥാനങ്ങളിലും ഒരേ സമയത്താണ് ആക്രമണം നടത്തിയിട്ടുണ്ടായിരുന്നത്. ഫോർഡോ പർവ്വതത്തിനുള്ളിലെ കേന്ദ്രം ഒന്നോ അതിലധികമോ ബങ്കർ ബസ്റ്റർ ബോംബുകളാൽ തകർക്കപ്പെട്ടു എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നതാൻസിലെ ആയിരക്കണക്കിന് സെൻട്രിഫ്യൂജുകൾ ഉണ്ടായിരുന്ന വലിയ ഹാളുകൾ മൊത്തത്തിൽ സ്ഫോടനത്തിൽ മൊത്തം ചിന്നിച്ചിതറുകയാണ്. ഇനി ഇസ്ഫഹാനിലേക്ക് വരുവാണെങ്കിൽ ടോമഹോക്ക് മിസൈലുകൾ അവരുടെ ആണവ ഇന്ധന ഗവേഷണശാലകളെ പൂർണ്ണമായിട്ടും ഇല്ലാതാക്കുകയാണ്. ഈ ഒറ്റ രാത്രിയിലെ ആക്രമണത്തിന്റെ ഫലം വളരെ വ്യക്തമായിരുന്നു. ഒരു ആണവായുധം നിർമ്മിക്കാനുള്ള ഇറാന്റെ ശ്രമങ്ങൾക്ക് ഇതെല്ലാം തന്നെ വലിയൊരു തിരിച്ചടിയാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ദൗത്യത്തിന് പിന്നിൽ അമേരിക്കയുടെ ആസൂത്രണവും കൃത്യതയും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്, എടുത്തു പറയേണ്ടതുണ്ട്. അമേരിക്കയിൽ നിന്നോ അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഡിയേഗോ ഗാർഷ്യയിൽ നിന്നോ പറന്നുയർന്ന് ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറച്ചാണ് ഈ B-2 വിമാനങ്ങൾ ഇറാനിലെത്തിയിട്ടുണ്ടായിരുന്നത്. ഇത് അമേരിക്കയുടെ ആഗോള സൈനിക ശക്തിയുടെ ഒരു വലിയ പ്രദർശനമായിരുന്നു. സ്റ്റെൽത്ത് വിമാനങ്ങളെയും കടലിൽ നിന്നുള്ള മിസൈലുകളെയും ഒരുമിപ്പിച്ച് ഏകോപിപ്പിച്ചത് ആധുനിക യുദ്ധതന്ത്രങ്ങളുടെ ഒരു സങ്കീർണതയാണ് കാണിക്കുന്നത്. വാഷിംഗ്ടണും ജെറുസലേമും, അതായത് അമേരിക്കയും ഇസ്രായേലും ഒരുപോലെ തന്നെ ഭയന്ന ആസന്നമായിട്ടുള്ള ഒരു ആണവ ഭീഷണിയെ ഇല്ലാതാക്കുക എന്ന ഒറ്റ ലക്ഷ്യത്തോടെയാണ് ഇതെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് നേതാക്കളുടെ പ്രതികരണം എന്തായിരുന്നു നോക്കാം. അതായത് ട്രംപിന്റെ അന്ത്യശാസനവും നെതന്യാഹുവിന്റെ പ്രശംസയുമാണ്. ആക്രമണത്തിന് ശേഷമുള്ള മണിക്കൂറുകളിൽ ലോകത്തിന്റെ കണ്ണുകൾ നേരെ പോയിട്ടുണ്ടായിരുന്നത് വാഷിംഗ്ടണിലേക്കായിരുന്നു. ട്രംപ് എന്താണ് പറയുന്നത് കേൾക്കാൻ വേണ്ടിയല്ലേ. അങ്ങനെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ലോകം മുഴുവൻ തത്സമയ സംപ്രേഷണം ചെയ്ത ഒരു പ്രസംഗത്തിൽ വളരെ ഉറച്ചതും എന്നാൽ ഗൗരവമേറിയതുമായ വാക്കുകളിൽ ഈ ഓപ്പറേഷനെ കുറിച്ച് വിശദീകരിക്കുകയാണ്. ഇറാൻ ഒരിക്കലും ഒരാണവായുധവും ഉണ്ടാക്കില്ലെന്ന് ഉറപ്പുവരുത്താനും അമേരിക്കൻ ജനതയുടെയും ഞങ്ങളുടെ സഖ്യകക്ഷികളുടെയും ഗുരുതരമായിട്ടുള്ള ഭീഷണിയിൽ നിന്ന് സംരക്ഷിക്കാനാണ് അമേരിക്ക നടപടി സ്വീകരിച്ചതെന്ന് അദ്ദേഹം അതിൽ വ്യക്തമാക്കുകയാണ്. ഇറാനുമായി ഒരു ഡീൽ ഉണ്ടാക്കുക അല്ലെങ്കിൽ സൈനികമായിട്ട് നേരിടുക എന്ന 2 വഴികളെ ഉള്ളൂ എന്ന് താൻ നേരത്തെ മുന്നറിയിപ്പ് നൽകിയിരുന്നതായിട്ട് ട്രംപ് ഓർമ്മിപ്പിക്കുകയാണ്. എന്നാൽ ഇറാനിലെ നേതാക്കൾ ചർച്ചകൾക്ക് പകരം ധിക്കാരത്തിന്റെ വഴി തിരഞ്ഞെടുത്തു എന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തുകയാണ്. ഞാൻ പ്രസിഡന്റ് ആയിരിക്കുന്നിടത്തോളം കാലം ഇറാനെ ഒരു ആണവായുധം നേടാൻ ഒരിക്കലും അനുവദിക്കില്ല എന്ന് ട്രംപ് ആവർത്തിച്ച് പറയുകയാണ്. ഈ ആക്രമണത്തെ ഒരു പ്രതിരോധ നടപടിയായിട്ടാണ് അദ്ദേഹം വിശേഷിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അമേരിക്കയ്ക്ക് ഇറാനുമായിട്ട് ഒരു വലിയ യുദ്ധത്തിന് താല്പര്യമില്ല, പക്ഷേ ഒരു വലിയ അപകടം ഒഴിവാക്കാൻ ഇത് ചെയ്യേണ്ടി വന്നു എന്നും അദ്ദേഹം കൂട്ടിച്ചേർക്കുകയാണ്. ഇത് ഇറാനിലെ ജനങ്ങൾക്കെതിരെയല്ല, മറിച്ച് ആണവായുധങ്ങൾ നിർമ്മിച്ച് ലോകത്തെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുന്ന ടെഹ്റാനിലെ ഭരണാധികാരികൾക്കെതിരെയാണെന്നും ട്രംപ് പറയുകയാണ്. ഇതിനിടയിലും അമേരിക്കയുടെ സൈന്യ ശക്തിയുടെയും സാങ്കേതിക മികവിലുള്ള ഒരു വിജയപ്രഖ്യാപനത്തിന്റെയും സ്വരവും അദ്ദേഹത്തിന്റെ വാക്കുകളിൽ വളരെ വ്യക്തമായിരുന്നു. പ്രസംഗങ്ങൾക്കപ്പുറം ട്രംപിന്റെ ശൈലി സോഷ്യൽ മീഡിയയിലും പ്രകടമാകുകയാണ്. ഇറാന്റെ ആകാശത്ത് ഇപ്പോൾ ഞങ്ങൾ പൂർണ്ണ നിയന്ത്രണമുണ്ട്, നിരുപാധികം കീഴടങ്ങുക എന്ന് തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം പോസ്റ്റ് ചെയ്യുകയാണ്. ആധുനിക നയതന്ത്ര ചരിത്രത്തിൽ ഒരു അമേരിക്കൻ പ്രസിഡന്റ് ഇത്തരത്തിലൊരു അന്ത്യശാസനം നൽകുന്നത് മുമ്പൊന്നും കേട്ടിട്ടില്ലാത്ത കാര്യമായിരുന്നുവെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് വെറുമൊരു മുന്നറിയിപ്പ് മാത്രമല്ല, മറിച്ച് ഇറാനിയൻ ഭരണകൂടത്തിനുള്ള അവസാനത്തെ താക്കീതാണെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ആ വാക്കുകൾ. ഇനി ഇസ്രായേലിലേക്ക് വരുവാണെങ്കിൽ അങ്ങ് ജെറുസലേമിലെ പ്രസിഡന്റ് ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ പ്രതികരണത്തിൽ വലിയൊരു ആശ്വാസം പ്രകടമായിരുന്നു. ഇസ്രായേലിനെ ഉന്മൂലനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഒരു ആണവായുധം നേടാൻ ഇറാനെ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല എന്നതാണ് എന്റെ വ്യക്തമായിട്ടുള്ള നയമെന്ന് നെതന്യാഹു ഉറച്ച ശബ്ദത്തിൽ പ്രഖ്യാപിക്കുകയാണ്. അതോടൊപ്പം പ്രസിഡന്റ് ട്രംപിന്റെ ധീരവും ചരിത്രപരമായിട്ടുള്ള തീരുമാനത്തെ അദ്ദേഹം പ്രശംസിക്കുകയാണ്. ഇസ്രായേലിന് അമേരിക്കയെക്കാൾ വലിയൊരു സുഹൃത്തോ അല്ലെങ്കിൽ കുടുംബമോ ഇല്ല എന്നൊക്കെ അദ്ദേഹം ഭയങ്കര ഇതായിട്ട് ഇമോഷണലായിട്ട് പറയുകയാണ്. നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഇത് വർഷങ്ങളായിട്ടുള്ള അദ്ദേഹത്തിന്റെ മുന്നറിയിപ്പുകൾ ശരിവെക്കുന്ന ഒരു നിമിഷമായിരുന്നു. നയതന്ത്ര ചർച്ചകൾ ഇറാന് സമയം നേടിക്കൊടുക്കാൻ മാത്രമേ സഹായിച്ചിട്ടുള്ളൂ എന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുകയാണ്. ഒരു ആണവ ഇറാൻ എന്ന ഇരുണ്ട മേഘം ഒരുപക്ഷെ
ഒഴിഞ്ഞു പോകുകയാണെന്ന ആശ്വാസം ഇസ്രായേലിൽ പ്രകടമായിരുന്നു. എന്നാൽ ഇറാൻ തീവ്രവാദത്തിലൂടെയോ അല്ലെങ്കിൽ മിസൈൽ ആക്രമണങ്ങളിലൂടെയോ തിരിച്ചടിച്ചേക്കാമെന്നും ഇസ്രായേലി സൈന്യം ഏത് സാഹചര്യങ്ങളെ നേരിടാൻ തയ്യാറാണെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകുകയാണ്. ക്യാമറ കണ്ണുകൾ നെതന്യാഹുവിന്റെ കണ്ണുകളിൽ നിന്ന് നനവൊപ്പിയെടുക്കുകയാണ്. അത് ആശ്വാസത്തിൻ്റെതാണോ അതോ ഈ ചരിത്ര നിമിഷത്തിന്റെ ഭാരം കൊണ്ടാണോ എന്ന് വ്യക്തമല്ലായിരുന്നു. തന്റെ രാഷ്ട്രീയ ജീവിതം മുഴുവൻ ഇറാന്റെ ആണവ ഭീഷണിക്കെതിരെ പോരാടിയ ഒരു നേതാവ് അതേ ആണവ കേന്ദ്രങ്ങൾ തന്നെ തീഗോളത്തിൽ എരിയുന്നത് കാണുന്ന ആ നിമിഷം വളരെ നാടകീയമായിരുന്നു. ഇനി നമുക്ക് ലോകമെമ്പാടുമുള്ള പ്രതികരണങ്ങൾ എന്താണെന്ന് നോക്കാം. അതോടൊപ്പം ഇറാന്റെ രോക്ഷവും ഇന്ത്യയുടെ ആശങ്കയും ഒക്കെ നമുക്ക് പരിശോധിക്കാം. അമേരിക്കൻ ആക്രമണത്തോടുള്ള ലോകത്തിന്റെ ആദ്യ പ്രതികരണം ഒരു കൂട്ട ഞെട്ടലായിരുന്നു. നമുക്ക് എല്ലാവർക്കും അത് കേട്ടപ്പോൾ വലിയ ഞെട്ടലല്ലേ തോന്നിയിട്ടുണ്ടായിരുന്നത്. ഒരുപക്ഷെ ഏറ്റവും തീവ്രമായിട്ടുള്ള പ്രതികരണം ഇറാനിൽ നിന്ന് തന്നെയായിരുന്നു. ടെഹ്റാനിൽ വാർത്ത പരന്നതോടെ ജനങ്ങളുടെ രോക്ഷവും ഞെട്ടലും ഒരുപോലെ പടരുകയാണ്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഇതൊരു ഭീരുത്വം നിറഞ്ഞ യുദ്ധപ്രഖ്യാപനമാണ് എന്ന് വിശേഷിപ്പിക്കുകയാണ്. ഇറാൻ തീർച്ചയായിട്ടും തിരിച്ചടിച്ചിരിക്കും എന്ന് അദ്ദേഹം പ്രതിജ്ഞയെടുക്കുകയാണ്. അമേരിക്കൻ ഭീഷണിക്ക് മുന്നിൽ ഇറാൻ ഒരിക്കലും തലകുനിക്കില്ലെന്നും അദ്ദേഹം പറയുകയാണ്. പ്രസിഡന്റ് ഇതൊരു ഹീനമായിട്ടുള്ള കുറ്റകൃത്യമാണെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇതിന് മറുപടി കൃത്യമായിട്ടുണ്ടാകും എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുകയാണ്. ഇറാന്റെ ആണവ പദ്ധതി സമാധാനപരമാണെന്നും തങ്ങൾ ഒരിക്കലും ആണവായുധം നിർമ്മിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്നും അവർ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആണവ കേന്ദ്രത്തിലെ ജീവനക്കാർക്ക് ആപത്തുണ്ടായെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ആണവ വ്യവസായത്തിലെ രക്തസാക്ഷികൾക്ക് 3 ദിവസത്തെ ദുഃഖാചരണം ഇറാൻ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. അധികം വൈകാതെ തന്നെ ഇറാനിയൻ തിരിച്ചടിയുടെ ആദ്യ സൂചനകൾ വന്നു തുടങ്ങിയാണ്. ഇറാഖിലെയും സിറിയയിലെയും അമേരിക്കൻ സൈനിക താവളങ്ങളിൽ മൊത്തം സൈറനുകൾ മുഴങ്ങാണ്. വടക്കൻ ഇസ്രായേലിൽ നമ്മുടെ ഇറാന്റെ സൗഹൃദ ഗ്രൂപ്പായിട്ടുള്ള ഹെസ്ബുള്ള ഉണ്ടല്ലോ, ഹെസ്ബുള്ള റോക്കറ്റ് അയച്ചേക്കാമെന്നുള്ള ഭയത്താൽ സൈന്യം മൊത്തം അതീവ ജാഗരൂകരായിട്ട് മാറുകയാണ്. പേർഷ്യൻ ഉൾക്കടലിൽ എണ്ണക്കപ്പലുകൾ ലക്ഷ്യം വച്ചേക്കാമെന്ന മുന്നറിയിപ്പുകളും വരികയാണ്. ടെഹ്റാനിലെ തെരുവുകളിൽ അമേരിക്കയ്ക്ക് മരണം, ഇസ്രായേലിന് മരണം എന്ന മുദ്രാവാക്യങ്ങളൊക്കെ പ്രതിഷേധ സ്വരങ്ങളായിട്ട് നിറയുകയാണ്, മുഴങ്ങുകയാണ്. ലോകരാജ്യങ്ങൾക്കിടയിൽ പ്രതികരണം തീർത്തും വ്യത്യസ്തമായിരുന്നു. റഷ്യയും ചൈനയും അമേരിക്കൻ നടപടിയെ ശക്തമായിട്ട് അപലപിക്കുകയാണ്. ഇതൊരു അന്താരാഷ്ട്ര നിയമങ്ങളുടെ നഗ്നമായിട്ടുള്ള ലംഘനമാണെന്നാണ് റഷ്യ പ്രഖ്യാപിച്ചിട്ടുള്ളത്. ബലപ്രയോഗമല്ല ഇതിന് പരിഹാരമെന്ന് ചൈനയും പ്രതികരിക്കുകയാണ്. അമേരിക്കയുടെ യൂറോപ്യൻ സഖ്യകക്ഷികളായിട്ടുള്ള ബ്രിട്ടനും ഫ്രാൻസും ജർമ്മനിയും ഇറാൻ ആണവായുധം നേടാൻ അനുവദിക്കരുതെന്ന അമേരിക്കൻ നിലപാടിനെ പിന്തുണച്ചെങ്കിലും ഒരു പൂർണ്ണ യുദ്ധമുണ്ടാകുമോ എന്ന ആശങ്കയും പ്രകടിപ്പിക്കുകയാണ്. പശ്ചിമേഷ്യയിലെ അറബ് രാജ്യങ്ങൾ, പ്രത്യേകിച്ച് ഇറാനെ ശത്രുവായിട്ട് കാണുന്ന ഗൾഫ് രാജ്യങ്ങൾ പരസ്യമായിട്ട് സംയമനം പാലിക്കാൻ ആവശ്യപ്പെട്ടെങ്കിലും ഇറാന്റെ ആണവ ഭീഷണി കുറഞ്ഞതിൽ അവർക്ക് രഹസ്യമായിട്ടുള്ള ആശ്വാസം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് സൗദി അറേബ്യയെ പോലുള്ള രാജ്യങ്ങൾക്ക്. കാരണം ഏകദേശം ഒരാഴ്ചയ്ക്ക് മുമ്പ് നമ്മളൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. സൗദി ഡിഫൻസ് മിനിസ്റ്റർ ആയിട്ടുള്ള പ്രിൻസ് ഖാലിദ് ഇറാനിലേക്ക് നേരിട്ട് പോയിട്ട് ഇറാൻ ഭരണാധികാരികളോട് ഒരു ഭീഷണി സ്വരത്തിലൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്നെങ്കിൽ ഈ ആണവ പദ്ധതി ഉപേക്ഷിക്കുക, അമേരിക്ക പറയുന്നത് കേൾക്കുക, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ശക്തമായിട്ടുള്ള ഒരു സൈനിക നടപടി നേരിടേണ്ടി വരുമെന്നുള്ളതായിരുന്നു. അത് റോയിറ്റേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരു വാർത്തയായിരുന്നു. അത് ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് സൗദി അറേബ്യ ഇറാന് ഒരു ഞെട്ടിക്കുന്ന മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ്. ഒന്നെങ്കിൽ അമേരിക്കയുമായിട്ട് ആണവ കരാറിന്റെ ഒരു ചർച്ചയ്ക്ക് തയ്യാറാകുക, അല്ലെങ്കിൽ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് വലിയൊരു ആക്രമണം നേരിടേണ്ടി വരുമെന്നുള്ളതാണ്. മറ്റു രാജ്യങ്ങൾ അവരുടേതായിട്ടുള്ള പ്രതികരണം നടത്തിയപ്പോൾ ഈ സംഘർഷത്തിൽ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള നിലപാട് സ്വീകരിക്കേണ്ടി വന്നത് ഇന്ത്യക്കായിരുന്നു. അമേരിക്ക ഇസ്രായേൽ സഖ്യമായിട്ടും ഇറാനുമായിട്ടും ഇന്ത്യക്ക് നല്ല ബന്ധങ്ങളാണുള്ളത്. ഗൾഫ് മേഖലകളിൽ ജോലി ചെയ്യുന്ന ലക്ഷക്കണക്കിന് വരുന്ന ഇന്ത്യക്കാരാണ്, പ്രത്യേകിച്ച് ആയിരക്കണക്കിന് 10,000-കണക്കിന് വരുന്ന മലയാളികളുടെ സുരക്ഷ എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട ആശങ്ക തന്നെയാണ്. ഇന്ത്യ ഉടൻ തന്നെ ശത്രുതകൾ അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുകയാണ്. അതോടൊപ്പം ഇറാനിൽ കുടുങ്ങിയ ഇന്ത്യക്കാരെ തിരികെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഓപ്പറേഷൻ സിന്ധു എന്ന പേരിൽ ഒരു ദൗത്യവും ആരംഭിക്കുകയാണ്. എയർ ഇന്ത്യയുടെ പ്രത്യേക വിമാനങ്ങൾ ടെഹ്റാനിൽ നിന്ന് ഇന്ത്യൻ വിദ്യാർത്ഥികളെയും പ്രവാസികളെയും നാട്ടിലെത്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. ആഗോള വിപണിയിലും ഇതിന്റെ പ്രതികരണങ്ങൾ ഉടനടി ഉണ്ടാകുകയാണ് കേട്ടോ. എണ്ണവില കുത്തനെ വരികയാണ്. ബ്രന്റ് ക്രൂഡ് ഓയിലിന്റെ വില ബാരലിന് $76.5 എന്നുള്ള ഒരു വിലയിലേക്ക് കുതിക്കുകയാണ്. ഇറാനിലെ ഹോർസ്മുക്ക് കടലുകൾ അടയ്ക്കപ്പെടുകയോ അല്ലെങ്കിൽ എണ്ണക്കപ്പലുകൾ ആക്രമിക്കപ്പെടുകയോ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ എണ്ണവില $100 കടന്നു പോകുമെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടായിരുന്നത്. ലോകം ശരിക്കും ശ്വാസം അടക്കി പിടിച്ച് കാത്തിരിക്കുകയാണ്. ഈ ആക്രമണം ഒരു വലിയ യുദ്ധത്തിന് തിരികൊളുത്തുമോ അതോ ഒരു ഭീഷണിയോടെ ഈ ഒരു ഇപ്പോഴത്തെ സംഭവങ്ങളോടെ അവസാനിക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടറിയണം. ഈ ആക്രമണത്തോടെ പശ്ചിമേഷ്യ പുതിയ അനിശ്ചിതത്വമായ ഒരു ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ തകർക്കുക എന്ന സൈനിക ലക്ഷ്യം ഒരുപക്ഷെ അമേരിക്ക നേടിയിരിക്കാം. എന്നാൽ അതിന് എന്ത് വില കൊടുക്കേണ്ടി വരും, എന്ത് അപകട സാധ്യതയാണ് ഇതിനുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇറാനും അമേരിക്കയും തമ്മിലൊരു പൂർണ്ണ യുദ്ധത്തിന് ഇത്രയും അടുത്തെത്തിയത് പതിറ്റാണ്ടുകളാദ്യമായിട്ടാണ്. ഈ മേഖല ഇപ്പോൾ വലിയൊരു സംഘർഷത്തിന്റെ വക്കിലാണുള്ളത്. ഇനി ഇറാൻ എങ്ങനെ പ്രതികരിക്കും എന്നതിനെ ആശ്രയിച്ചായിരിക്കും ബാക്കി എല്ലാ കാര്യങ്ങളും. അമേരിക്കയുമായിട്ടും ഇസ്രായേലുമായിട്ടും നേരിട്ടൊരു യുദ്ധത്തിന് ഇറാൻ അവർക്ക് ജയിക്കാൻ കഴിയില്ലെന്ന് അവർക്കറിയാം. എന്നാൽ ഇറാന്റെ കയ്യിൽ മറ്റു ചില ശക്തമായിട്ടുള്ള ആയുധങ്ങളുണ്ട്, ബാലിസ്റ്റിക് മിസൈലുകളുണ്ട്, ഡ്രോണുകളുണ്ട്. പിന്നെ പശ്ചിമേഷ്യ ഉടനീളമുള്ള അവരുടെ നിഴൽ സൈന്യങ്ങൾ, പ്രോക്സി ഗ്രൂപ്പുകളുണ്ടല്ലേ. ഈ പ്രോക്സി ഗ്രൂപ്പുകൾ ഉപയോഗിച്ച്
ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കൻ ഇസ്രായേൽ താല്പര്യങ്ങളെ ആക്രമിക്കാനായിരിക്കും ഒരുപക്ഷെ ഇറാൻ ശ്രമിക്കുക. ഇറാഖിലെയും സിറിയയിലെയും അമേരിക്കൻ സൈനിക താവളങ്ങൾ, അല്ലെങ്കിൽ ഹിസ്ബുള്ള ഉപയോഗിച്ചുകൊണ്ട് വടക്കൻ ഇസ്രായേൽ, അതുമല്ലെങ്കിൽ യമനിലെ ഹൂതികളെ ഉപയോഗിച്ചുകൊണ്ട് സൗദി അറേബ്യ, ഇങ്ങനെ പല വഴികളിലും തിരിച്ചടിക്കാൻ ഇറാനാകും. ഇതിനെല്ലാം ഉപരി ആഗോള എണ്ണ വിതരണത്തിന്റെ ശിരാകേന്ദ്രമായിട്ടുള്ള കടലിടുക്കിലെ കപ്പൽ ഗതാഗതം തടസ്സപ്പെടുത്താനും ഇറാൻ ശ്രമിച്ചേക്കാം. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ലോക സമ്പദ് വ്യവസ്ഥയെ തന്നെ തകിടം മറിക്കും. പ്രസിഡന്റ് ട്രംപിന്റെ നിരുപാധികം കീഴടങ്ങുക എന്ന പ്രസ്താവന സൂചിപ്പിക്കുന്നത് ഇറാൻ പൂർണ്ണമായിട്ടും വഴങ്ങിയില്ലെങ്കിൽ കൂടുതൽ ആക്രമണങ്ങൾ ഉണ്ടാകുമെന്നതാണ്. ഇറാൻ ശക്തമായിട്ട് തിരിച്ചടിച്ചാൽ അമേരിക്ക വീണ്ടും ആക്രമിക്കും. ഇത് ഒരു തുടർക്കഥയായി മാറാനും വലിയ നിയന്ത്രിക്കാനാവാത്ത ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാനും സാധ്യതയുണ്ട്. ഇതിനിടയിൽ ഒമാൻ, ഖത്തർ പോലെയുള്ള രാജ്യങ്ങളും മധ്യസ്ഥതയ്ക്ക് ശ്രമിക്കുന്നുണ്ട്. കാരണം മിഡിൽ ഈസ്റ്റിൽ ഒരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്ന അവരെ ആയിരിക്കും അല്ലേ. വരും ദിവസങ്ങൾ വളരെ നിർണായകമാണ്. ഇറാന്റെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന് ലോകം ഉറ്റുനോക്കുകയാണ്. ഈ സൈനിക നടപടികൾക്കപ്പുറം ഈ സംഭവം ഇറാന്റെ ആണവ പദ്ധതിയുടെ ഭാവിയെക്കുറിച്ചും ആഗോള ആണവ നിർവ്യാപന ശ്രമങ്ങളെക്കുറിച്ചും വലിയ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. ഒരു വശത്ത് നോക്കിയാൽ അമേരിക്കയുടെ ആക്രമണം ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ തകർത്ത് കളയുകയാണല്ലേ. ഫോർഡോ, നതാൻസും പോലെയുള്ള കേന്ദ്രങ്ങൾ പുനർനിർമ്മിക്കാൻ വേണ്ടി ഇറാന് ഒരുപാട് വർഷങ്ങൾ വേണ്ടി വരും. ഇത് ഒരു ആണവ ബോംബ് ഉണ്ടാക്കുക എന്ന അവരുടെ ശ്രമങ്ങൾക്ക് വലിയൊരു തിരിച്ചടി തന്നെയാണ് നൽകിയിട്ടുള്ളത് അല്ലേ. എന്നാൽ മറുവശത്ത് കഥ ഇവിടെ അവസാനിക്കുന്നില്ല എന്നുള്ളതാണ്. ഇറാന്റെ കയ്യിൽ ഇപ്പോഴും അതേ ശാസ്ത്രജ്ഞന്മാരുണ്ട്, അവരുടെ അറിവുകളുമുണ്ട്. ഒരുപക്ഷെ ഈ ആക്രമണം ഇറാനിലെ തീവ്രവാദ നിലപാടുള്ളവരെ കൂടുതൽ ശക്തരാക്കിയിരിക്കാം. ഒരു ആണവായുധം കയ്യിലുണ്ടായിരുന്നെങ്കിൽ അമേരിക്ക തങ്ങളെ ആക്രമിക്കാൻ ധൈര്യപ്പെടില്ലായിരുന്നു എന്ന് കരുതുന്നവര് ഉണ്ട്, അങ്ങനെ വാദിക്കുന്നവരുണ്ട്. ഉത്തര കൊറിയയുടെ ഉദാഹരണം അവരുടെ മുന്നിലുമുണ്ടല്ലേ. ആക്രമണത്തിന് പിന്നാലെ ആണവ നിർവ്യാപന കരാർ, അതായത് NPTയിൽ നിന്ന് പിന്മാറുകയാണെന്ന് അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയിലെ, അതായത് IAEA എന്ന് പറയുമല്ലേ, അതിലെ ഇൻസ്പെക്ടർമാരെ പുറത്താക്കുകയാണെന്നും ഒക്കെ ഇറാൻ പ്രഖ്യാപിച്ചത് ഈ അപകടകരമായിട്ടുള്ള ചിന്തയുടെ സൂചനയാണ്. അതായത് സമാധാന ചർച്ചകളുടെ വാതിലുകൾ അടച്ച് രഹസ്യമായിട്ട് എത്രയും പെട്ടെന്ന് ഒരു ബോംബ് നിർമ്മിക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഇറാൻ നീങ്ങിയേക്കാം. ഇത് സംഭവിച്ചാൽ പശ്ചിമേഷ്യയിൽ പുതിയൊരു ആണവായുധ മത്സരത്തിനായിരിക്കും ഇത് തിരികൊടുത്താൻ പോകുക. സൗദി അറേബ്യ പോലുള്ള രാജ്യങ്ങളും ഇതേ വഴിക്ക് ചിന്തിക്കാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ലോകത്തിന് താങ്ങാനാവാത്ത ഒരു ഭീഷണിയായിട്ട് മാറും. 1981 ഇസ്രായേൽ ഇറാഖിന്റെയും 2007 സിറിയയുടെയും ആണവ റിയാക്ടറുകൾ ബോംബിട്ട് തകർത്തിരുന്നു. ആ രാജ്യങ്ങളുടെ ആണവ സ്വപ്നങ്ങൾ അതോടെ അവസാനിക്കുകയാണ്. എന്നാൽ ഇറാന്റെ കാര്യത്തിൽ അതത്ര എളുപ്പമല്ല. അവരുടെ ആണവ പദ്ധതി വളരെ വലുതും പല സ്ഥലങ്ങളിലായിട്ട് വ്യാപിച്ചു കിടക്കുന്നതുമാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരൊറ്റ ആക്രമണം കൊണ്ട് എല്ലാം അവസാനിക്കുമോ, അതോ ഇറാൻ പുതിയ രഹസ്യ കേന്ദ്രങ്ങൾ നിർമ്മിക്കുകയും അമേരിക്കയും ഇസ്രായേലും വീണ്ടും ആക്രമിക്കുകയും ചെയ്യുന്ന ഒരു തുടർക്കഥയായിട്ട് ഇത് മാറുമോ എന്നത് നമുക്ക് കണ്ടറിയണം. കാലത്തിന് മാത്രമേ അതിന് ഉത്തരം നൽകാൻ സാധിക്കത്തുള്ളൂ. എന്തായാലും ഇന്നലത്തെ ആ നിർണായകമായിട്ടുള്ള രാത്രിക്ക് ശേഷം സൂര്യൻ ഉദിച്ചപ്പോൾ പശ്ചിമേഷ്യ ഒരു പുതിയ അനിശ്ചിതത്വമായ ഒരു യാഥാർത്ഥ്യത്തിലേക്കാണ് ഉണർന്നിട്ടുണ്ടായിരുന്നത് അല്ലെ. നമ്മൾ ആ ഒരു വാർത്ത കേട്ട് ഞെട്ടിക്കൊണ്ട് നമ്മൾ രാവിലെ എഴുന്നേറ്റപ്പോഴാണ് അറിയുന്നത് B-2 ബോംബറുകളുടെ ഇടിമുഴക്കത്തോടെ അമേരിക്ക തങ്ങളുടെ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞു. ഇസ്രായേലിന് തൽക്കാലം ആശ്വസിക്കാം, എന്നാൽ ചരിത്രം ഒരൊറ്റ ബോംബാക്രമണത്തിൽ അവസാനിക്കില്ല എന്ന് ലോകത്തിന് നന്നായിട്ട് അറിയാം. നമ്മളിപ്പോൾ നിൽക്കുന്നത് അപകടകരമായിട്ടുള്ള ഒരു പുതിയ യുഗത്തിന്റെ തുടക്കത്തിലാണ്. ഒരു മൂന്നാം ലോക മഹായുദ്ധം പോലും ഉണ്ടാകുമെന്നൊക്കെയുള്ള ചർച്ചകൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും. ഇറാൻ മുറിവേറ്റും രോക്ഷാകുലരുമായിട്ട് നിൽക്കുകയാണ്. അമേരിക്കയും ഇസ്രായേലും വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുമാണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ കേരളത്തിലും ഇന്ത്യ ത്രൂ ഔട്ടുമുള്ള ആൾക്കാർ പശ്ചിമേഷ്യയിലുള്ള തങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കാരണം ഒരുപാട് നമുക്കറിയാം, കേരളത്തിൽ നിന്ന് തന്നെ എന്തോരം പ്രവാസികളാണ് മിഡിൽ ഈസ്റ്റിലും പശ്ചിമേഷ്യയിലൊക്കെ ജോലി ചെയ്യുന്നതല്ലേ. ഇവിടുന്ന് അങ്ങോട്ട് രണ്ട് വഴിയാണ്. ഒന്ന് പ്രതികാരവും പ്രത്യാക്രമണവുമായിട്ട് ഈ മേഖലയെ വലിയൊരു യുദ്ധത്തിലേക്ക് തള്ളിവിടുന്ന വഴിയാണ്. മറ്റൊന്ന് ഈ വലിയൊരു ഷോക്ക് ട്രീറ്റ്മെന്റിന് ശേഷം എല്ലാ കക്ഷികളും ഒരു പുതിയ യാഥാർത്ഥ്യത്തിൽ നിന്ന് ചർച്ചകൾ പുനരാരംഭിക്കുന്ന വളരെ നേർത്തൊരു വഴിയാണ്. ഏത് വഴിയാണ് അവർ തിരഞ്ഞെടുക്കുക എന്ന് വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കത്തുള്ളൂ. എന്തായാലും ഇപ്പോൾ ലോകം മൊത്തം ടെഹ്റാനിലേക്കും വാഷിംഗ്ടണിലേക്കും ജെറുസലേമിലേക്കും ശ്വാസമടക്കി പിടിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇറാൻ ഇസ്രായേൽ സംഘർഷം എപ്പോഴും വലിയൊരു നാടകമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രോക്സി യുദ്ധങ്ങളൊക്കെ ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നതല്ലേ. എന്നാൽ അമേരിക്കയുടെ വരവോടെ അത് തലമുറകൾ ഓർക്കുന്ന ഒരു ക്ലൈമാക്സിലേക്ക് എത്തിയിരിക്കുകയാണ്. ഈ തീയിൽ നിന്ന് കൂടുതൽ വിനാശകരമായിട്ടുള്ള ഒരു ദുരന്തം ഒഴിവാക്കാനുള്ള വിവേകം ഉണ്ടാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാമല്ലേ. ഒരു കാര്യം ഉറപ്പാണ്, കഴിഞ്ഞ 24 മണിക്കൂറുകൾക്കുള്ളിൽ സംഭവിച്ച കാര്യങ്ങൾ പശ്ചിമേഷ്യ എന്നേക്കുമായിട്ട് മാറ്റിമറിച്ചിരിക്കുന്നു. ഈ നിർണായകമായിട്ടുള്ള വിഷയത്തിലെ ഏറ്റവും പുതിയ വിവരങ്ങൾ നമുക്ക് വരും മുറയ്ക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ്. എന്തായാലും ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇതിൽ ആരുടെ ഭാഗത്താണ് ന്യായം? ഇറാൻ തിരിച്ചടിക്കുമോ? ഇറാൻ തിരിച്ചടിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അമേരിക്ക യുദ്ധത്തിന് ഇറങ്ങത്തില്ലേ? എന്താണ് ഇതിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ അറിവുകൾ എന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ എഴുതുക. കമന്റ് ബോക്സ് എന്ന് പറയുന്നത് എപ്പോഴും നല്ലൊരു ചർച്ചാവേദി കൂടിയാണല്ലോ. എന്തായാലും മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഇറ്റ്സ് മീ അശ്വിൻ മാടപ്പള്ളി സൈനിങ് ഔട്ട്.